ഈ മലബാറിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ മലപ്പുറത്തൊക്കെ ഏത് തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോഴത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ് എപ്രകാരമാണ്? അഭിലാഷ്, മലപ്പുറത്ത് ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് എല്ലായിടത്തും പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരുന്ന ഒരു സാഹചര്യം. നമ്മൾ മലപ്പുറത്തിൻ്റെ മലയോര മേഖലയിലേക്ക് വരികയാണെങ്കിൽ നിലമ്പൂർ ഭാഗത്ത് വലിയ തോതിൽ തന്നെ പലയിടത്തും വെള്ളം ഉയർന്നിട്ടുണ്ട്. പക്ഷേ ജനജീവിതത്തിന് അപകടമാകുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടില്ല. ചാലിയാറിൻ്റെയും അതിൻ്റെ കൈവഴികളായിട്ടുള്ള പുന്നപ്പുഴയുടെയും അതേപോലെ തന്നെ കുറുവമ്പുഴയുടെയും എല്ലാം ജലനിരപ്പ് വലിയ തോതിൽ തന്നെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. നീലഗിരിയിലും വയനാട്ടിലും നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ചാലിയാറിൻ്റെ പോഷക നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുകയും തൽഫലമായിട്ട് ചാലിയാറിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലമ്പൂർ നഗരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കരുവാരക്കുണ്ട് പുന്നപ്പുഴയിലും നല്ല കുത്തൊഴുക്കാണ് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറം കൈനോട്ടിൽ ഒരു വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീട്ടമ്മ അതിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അവരെ പിന്നീട് രക്ഷിച്ചു. അവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വടക്കേ മണ്ണയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. മണ്ണ് നീക്കി വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടി മേഖലയിലും വിവിധയിടങ്ങളിൽ മണ്ണിടിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെയൊന്നും തന്നെ ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. എവിടെയും ഇതൊരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടില്ല. പക്ഷേ മഴ ഇനിയും തുടരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന മേഖലകളിൽ, പ്രത്യേകിച്ചും മലയോര മേഖലകളിലൊക്കെ അതിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ അനിഷ്ട സംഭവങ്ങൾ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായെങ്കിലും ആർക്കും ജീവന് അപായമോ ആളുകൾ അതിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒന്നാണ്. മാത്രമല്ല മഴ ഇനിയുള്ള മണിക്കൂറുകളിൽ തുടരുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെ അതിനുള്ള മുൻകരുതൽ നടപടികൾ മലപ്പുറം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നില്ല. മഴയ്ക്ക് ഒരല്പം കുറവ് വന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും മലപ്പുറത്ത് നിന്ന് CV അനുമോദ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ മഴയുടെ തോത് ഒരല്പം കുറഞ്ഞിരിക്കുന്നു എന്നാണ്. പക്ഷേ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് നേരത്തെ പറഞ്ഞത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ആണ് ഇപ്പോൾ നാശനഷ്ടം കൂടുതൽ. ഇടുക്കിയിലും കോട്ടയത്തും മണ്ണിടിച്ചിൽ ഉണ്ടായതാണ് ഇത്തരത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഉരുൾപൊട്ടലടക്കമുള്ള കാലവർഷക്കെടുതി സംസ്ഥാനത്ത് രൂക്ഷമാവുകയാണ്. നമ്മോടൊപ്പം ശേഖർ ലൂക്കോസ് കുര്യാക്കോസ്. എന്താണ് ശേഖർ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? നമ്മൾ വളരെ തീവ്രമായ മഴയാണ് ഇന്നലെ രാത്രി കണ്ടത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇന്നലെ രാത്രിയും ഇതിൻ്റെ പുറകിലായിരുന്നു. 302 മില്ലിമീറ്ററോളം മഴ നമ്മൾക്ക് പത്തനംതിട്ട വടശ്ശേരിക്കരയിലുണ്ടായി. ലാഹയിൽ 260 മില്ലിമീറ്റർ മഴയുണ്ടായി. 24 മണിക്കൂറിനുള്ളിൽ, 24 മണിക്കൂർ ആയിട്ടില്ല, 8 മണിക്ക് 24 മണിക്കൂറാവുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഏകദേശം 100ഓളം സ്ഥലത്ത് റോഡ് തടസ്സപ്പെട്ടിട്ടുണ്ട്. 4 പേര് കാണാതായിട്ടുണ്ട്. ഇടുക്കിയിൽ 2ഉം കോട്ടയത്ത് 2ഉമായി. ഇനി നമ്മൾ കൂടുതൽ വിവരങ്ങൾ ഇനി വരികയുള്ളൂ. ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് സമഗ്രതയിലുള്ളൊരു ചിത്രം ഉണ്ടാവും. അന്നേരം മാധ്യമങ്ങൾക്കും അത് ലഭിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് മഴ തെക്കോട്ട് കുറയുകയാണ്. പക്ഷേ അത് കൊണ്ട് മാത്രം നമ്മൾ എല്ലാം പൂർത്തിയായി എന്ന് കാണണ്ട. കാറ്റുണ്ട്. തീരപ്രദേശത്തും കുറച്ച് ബുദ്ധിമുട്ടുകൾ വടക്കോട്ടുണ്ടാകും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ അതുണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ച് തീരം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. വടക്കോട്ട് ഇന്ന് മഴ കുറച്ച് വടക്കോട്ടായിരിക്കും കൂടി വരിക. കോട്ടയത്തെയും പത്തനംതിട്ട ഉരുൾപൊട്ടൽ അത് എത്രത്തോളം? ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും മഴ പെയ്താൽ ഉരുൾപൊട്ടും. 302 മില്ലിമീറ്റർ മഴ എന്ന് പറഞ്ഞാൽ 2 ആൾ പൊക്കത്തിൽ മഴ പെയ്ത് ഒരു സ്ക്വയർ മീറ്ററിനുള്ളിൽ എന്നാണ് കണക്ക്. അപ്പം അത്രയും മഴയുടെ ഭാഗമായി നമുക്ക് ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒറ്റതിരിഞ്ഞോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്. വളരെ ഉൾപ്രദേശങ്ങളിലൊക്കെയാണ് പലയിടത്തും ഉരുൾപൊട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ മണ്ണിടിച്ചിലും ഉണ്ട് ബുദ്ധിമുട്ട്. റോഡുകളുടെ അരികുകൾ ഒക്കെ, പിന്നെ വീടുകളുടെ പുറകിലുള്ള കട്ടിങ്, അതൊക്കെ ഇടിഞ്ഞു വീണ വിവരങ്ങളും നമ്മൾക്ക് വരുന്നുണ്ട്. കാണാതെ എത്ര? 4 പേര്. 4 പേര് ഇടുക്കിയിലും 2 പേര് കോട്ടയത്തും. അതാണ് ഇപ്പം നമ്മൾ ഒരാളുടെ മൃതദേഹം കിട്ടിയെന്ന് അറിയിപ്പ് വന്നു. പക്ഷേ നമ്മളത് കൺഫേം ചെയ്ത് പറയാറില്ല. ഒരു ദുരന്ത സാഹചര്യത്തിൽ അതിന് പ്രോപ്പർ കൺഫർമേഷൻ വരണം. വരും മണിക്കൂറുകളിൽ ഒരു തെക്കോട്ട് മഴ കുറയും. പക്ഷെ വടക്കോട്ട് നമ്മൾ ഇനിയും മഴ പ്രതീക്ഷിക്കണം. ഇനി വെയിൽ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറും. ചൂട് ഇതിൻ്റെ ഒരു വലിയ ഡ്രൈവറാണ്. അപ്പോൾ കുറച്ച് വ്യത്യാസം അതിനുണ്ടാവും. മറ്റ് സംവിധാനങ്ങൾ, രക്ഷാപ്രവർത്തന സംവിധാനങ്ങളൊക്കെ എതിർത്താണ് മുന്നോട്ട്. നമുക്ക് വലിയൊരു സംഘം ആപദാമിത്ര വോളണ്ടിയർമാരുണ്ട്. പരിശീലനം കിട്ടിയ, നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും, ചുവന്ന ഉടുപ്പിട്ട അവർ വലിയൊരു സംഘം തന്നെയുണ്ട്.
ഏതാണ്ടൊരു 10,000-ത്തിലധികം ആളുകളുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 100 ദിന പദ്ധതിയിൽ നമ്മൾ അടുത്ത 10,000 പേരുടെ പരിശീലനം, അതിൽ 8,000 പേരുടെ അത് കഴിഞ്ഞു. പിന്നെ കൂടാതെ നമ്മൾക്ക് NDRFൻ്റെ 9 ടീമും കേരളത്തിലുണ്ട്. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വളരെ സുശക്തമായൊരു സേനയാണ്. അവരുടെ വലിയൊരു സംഘം പ്രവർത്തകരുണ്ട്. ഈ സന്നദ്ധ പ്രവർത്തകരെല്ലാം അവരോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ NDRF സേനയൊക്കെ വരും. ഇപ്പോൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ അവരോടെങ്കിലും NDRF? ഇടുക്കിയിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ആലപ്പുഴയിലുള്ള ടീം അവിടെ സജ്ജമായിട്ടുണ്ട്. പത്തനംതിട്ടയിലൊരു ടീമുണ്ട്. ആവശ്യാനുസരണം അവർ മൂവ് ചെയ്യും. വലിയ ഇൻസിഡൻസിന് മാത്രമേ അവർ ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾക്കൊരു ചെറുകിട പ്രശ്നങ്ങളിൽ അവർ ഇടപെടുന്നത് ശരിയല്ല. നമ്മളുടെ ശേഷി അതിന് മാത്രമുണ്ട്. നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വളരെ ശേഷിയുള്ളൊരു പ്രസ്ഥാനമാണ്. താങ്ക് യു. ഏതായാലും ദുരിതനിവാരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ദുരിതനിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ സജ്ജമാണ്. NDRF എല്ലാ സ്ഥലങ്ങളിലും ആവശ്യത്തിന് വിന്യസിക്കാനുള്ള 9 ടീം കേരളത്തിൽ നിലവിലുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഏകോപനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇനിയും തെക്കൻ കേരളത്തിൽ മഴ കുറയെങ്കിലും വടക്കൻ കേരളത്തിൽ അത് ശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണുള്ളത്. ഈ 4 പേരെ ഇപ്പോൾ കാണാനില്ല. അത്തരം കാര്യങ്ങളിലുമൊക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തനവും പരിശോധനയും ഒക്കെ നടക്കുകയാണ്. യെസ്, ഇതാണ് ശേഖർ കുര്യാക്കോസിന്റെ പ്രതികരണമായി പുറത്തുവരുന്നത്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് വടക്കൻ ജില്ലകളിൽ ഇനിയും മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ കോഴിക്കോട് നിന്നുള്ള വിശദാംശങ്ങളുമായി ആസാദാണ് ചേരുന്നത്. ആസാദ്, കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ അടക്കം ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ്. കാരണം വടക്കൻ മേഖലകളിൽ ആയിരിക്കും ഇനി മഴ ശക്തമാകാൻ സാധ്യതയെന്ന നിരീക്ഷണമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.